ജാതീയമായി ഛിന്ന ഭിന്നമായി നിൽക്കുന്ന നമ്മളിൽ ഒരു വലിയ സമൂലമായ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന കാലമാണ് ഇന്ന്. വിവാഹത്തിന് പുരുഷന്മാർ നെട്ടോട്ടമോടുന്ന ഇന്ന് വിവാഹത്തിന് ജാതീയത തടസ്സമാവാതെ ഇരിക്കാൻ എല്ലാവരും കൂടി ചേർന്ന് ഇതിലെ തടസ്സം നീക്കുവാൻ എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ചിന്തിക്കുക. ഞങ്ങൾ ഇത് വേണ്ടാന്ന് വെച്ച കൂട്ടരാണ്. ആരെയും കിട്ടാത്തതുകൊണ്ടല്ല എന്ന് മാത്രമല്ല, ഇന്ന് പൊതുവെ എവിടെ ചെന്നാലും ഒരു പരാതി കേൾക്കുന്നുണ്ട്, ആൺകുട്ടിക്ക് പെണ്ണിനെ കിട്ടണില്ല എന്ന്. കേരളത്തിൽ വേറെ എവിടെ ഇത് കേൾക്കണില്ല. ഇതൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കൂ. ജനസംഖ്യയിൽ കൂടുതൽ എണ്ണം സ്ത്രീകളാണ്. 1000 പുരുഷന്മാർക്ക് 1080 സ്ത്രീകൾ കേരളത്തിലുണ്ട്. അപ്പം പിന്നെ കിട്ടണില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് നല്ലോണം പഠിക്കുക, നല്ല വരുമാനം ഉണ്ടാക്കുക. പഠിക്കുക എന്ന് പറഞ്ഞാൽ A for apple, B for ball, C for cat എന്ന് പഠിക്കുക എന്നല്ല ഉദ്ദേശിച്ചത്. പ്രായോഗിക ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ വരുമാനം ഉണ്ടാക്കുക. സംഗീതത്തിൽ, നൃത്തത്തിൽ, കച്ചവടത്തിൽ, കൃഷിയിൽ വരുമാനം ഉണ്ടാക്കുക, നല്ല ചില്ലാനം ഉണ്ടാക്കുക. ആദ്യം വേണ്ട പരിപാടി. 2, നല്ല ഭക്ഷണം, വ്യായാമമൊക്കെ ചെയ്ത് തടി നന്നാക്കുക, നല്ല ആരോഗ്യം ഉണ്ടാവുക. ഇനി ഇതിനേക്കാളൊക്കെ പ്രധാനം, നിങ്ങൾ എന്തെങ്കിലും ഒരു ഉപാസന ദിവസവും ചെയ്യുക. പിന്നാലെ വരും 10 എണ്ണം എന്നെ എടുത്തോളൂ പറഞ്ഞിട്ട്. കിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല, ഉറപ്പ്. അത് പെൺകുട്ടികൾ ചെയ്താൽ എന്നെ കെട്ടിക്കോളൂ എന്നുണ്ട് ആൺകുട്ടികൾ വരും, ആൺകുട്ടികൾ ചെയ്താൽ എന്നെ കെട്ടിക്കോളൂ പറഞ്ഞിട്ട് പെൺകുട്ടികൾ വരും, ഉറപ്പ്. യാതൊരു സംശയവും ഇല്ല. ഉപാസന ഉണ്ടായാൽ മതി, ഉപാസന ഉണ്ടാവുക. അല്ലാതെ വരുമാനവും ഇല്ല, ആരോഗ്യവും ഇല്ല, എന്താ പറയേണ്ടത്, ആകെ കൂടെ കുറച്ച് പോസ്റ്റർ ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും പഠിച്ചിട്ടുണ്ട്, പിന്നെ ആരാ പിന്നാലെ വരിക? എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ചിന്തിക്കുക. അതേ വേണ്ടോ, വേറെ ഒന്നും വേണ്ട. നോക്കൂ, ഇന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉച്ചവരെ ഒരു തെങ്ങുകയറ്റ തൊഴിലാളി പ്രവർത്തിച്ചാൽ, പ്രതിദിനം ഉച്ചവരെ പ്രവർത്തിച്ചാൽ ഒരു മാസം ഒരു 45,000 രൂപ ശമ്പളം ഉണ്ടാക്കാം. 45,000 രൂപ ഉച്ചവരെ തെങ്ങ് കയറിയാൽ മതി. ഉച്ചയ്ക്ക് ശേഷം മറ്റെന്ത് പ്രവർത്തനവും ചെയ്യാം. എല്ലാ മേഖലയ്ക്കും നല്ല പ്രതിഫലം കിട്ടും. ഇന്ന് പ്രതിഫലം കിട്ടാത്ത കുഴപ്പമൊന്നുമില്ല. മടിയന്മാരായിരിക്കുക നമ്മൾ, അതിൻ്റെ ഫലമാണ്. അതൊന്ന് മാറ്റുക, എന്നിട്ട് പറയുക. പിന്നെ വേറൊന്നുണ്ട്, ഈ ചൊവ്വാദോഷം, ബുധൻ ദോഷം, വ്യാഴം ദോഷം, വെള്ളി ദോഷം, ശനി ദോഷം, ഞായർ ദോഷം, തിങ്കൾ ദോഷം എന്നും പറഞ്ഞിരിക്കാതിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.